കാട്ടിലെ രാജാവ് ഒളിച്ചിരിക്കുകയാണ് കരിയിലക്കകത്തല്ലേ. ഹലോ ഗൈസ്, ഇതെന്നറിയാവോ? നല്ല അരിക്കൂണാണ് കേട്ടോ. എന്താ, ഞങ്ങൾ പറമ്പിൽ വന്നാണേ. പറമ്പിൽ നോക്കാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് അരിക്കൂണ് കിട്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂൺ ഷെഡാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒരുപാട് കൂൺ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ കൂണ് കൂട്ടാൻ കൊതിയാക്കുവാണ്. കാരണം ഓരോ തിരക്കും കാര്യങ്ങളും, കൃഷിയും പണിയും, അതിൻ്റെ ഇടയ്ക്ക് പറമ്പിലെ ഏലവും മറ്റു കാര്യങ്ങൾ, അതിനിടയ്ക്ക് ഷോപ്പ്, തയ്യൽ, സിനിമയുടെ വർക്ക്, ഫിലിം, അങ്ങനെയൊക്കെ കുറേ തിരക്ക് വന്നപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം കൂൺ കൃഷി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ അമ്മുക്കുട്ടി, എൻ്റെ അനിയത്തിൻ്റെ മോളാണ്, അവൾ വീഡിയോ എടുത്തിരിക്കണത്. അപ്പോൾ അവൾക്ക് ഞാൻ പണ്ട് കൂൺ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കൂണ് ചുട്ട് കഴിക്കുന്ന ഒരു വീഡിയോസ് അവൾ കാണുന്നുണ്ട്. അപ്പോൾ തൊട്ട് അവൾ കൂണ് ചുട്ട് താണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തായാലും ചുമ്മാ പറമ്പിൽ വന്നപ്പോൾ കുറേ കൂണ് കിട്ടി. അരിക്കൂണാണ്. അപ്പം കുറേ കൂണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് മോൻ കൊണ്ടുപോയി. അപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾ പറമ്പിൽ തന്നെ ഇത് അവൾക്ക് ചുട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ നുള്ളി പെറുക്കിക്കൊണ്ടിരിക്കുക. അന്നേരം നോക്കിയപ്പോൾ ലാമ്പില്ല, അതായത് തീ പിടിപ്പിക്കേണ്ട. ഇവിടെ നമ്മൾ വീടൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ കാന്താരിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ചെന്നിട്ടേ ലാമ്പ് വാങ്ങിക്കൊണ്ട് വരാം. ഇവിടെ അടുത്തൊരു കടയുണ്ട്. ല്ലേ, വാ, ലാമ്പ് മേടിക്കാൻ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഇത് ഒരു വളവും മതി. അപ്പം നമ്മളെ ഗൂഗിൾ പേ കേട്ടോ. ചെയ്തേ, ഓക്കെ. അപ്പോൾ വാഴയില എന്തിനാണെന്നറിയാമോ? നമുക്ക് കൂണ് ചൂടാൻ. മണ്ണും കല്ലും ഒക്കെയാണ്. കുറച്ച് നേരം കഴുകണം ഗൈസ്. ഇല വാട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിൽ വെച്ച് പൊതിഞ്ഞെടുക്കാൻ പറ്റില്ല.